പ്രതിഷേധക്കാർക്ക് നേരെ ഒരു പോലീസ് വണ്ടി ഇടിച്ചു കയറുന്നൊരു കാഴ്ചയാണ്. ഒരാൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. അയാളുടെ മേത്തൂടെയാണ് വണ്ടി കയറി പോയത്. എന്തൊരു കഷ്ടം നോക്കണേ. അതുപോലെ തന്നെ വെടി കൊണ്ട് കിടക്കുന്ന ഒരാളെ ഉന്തുവണ്ടിയിൽ ബാക്കിയുള്ള കുറച്ച് പേര് കൂട്ടുകാരായിരിക്കാം തള്ളിക്കൊണ്ട് പോകുന്നൊരു കാഴ്ചയാണല്ലോ. 1.5 മാസമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. പോലീസുകാരും പ്രക്ഷോഭക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്ക വരെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽ കാണാം. Hi, hello amigos, welcome back to my video. It's Sharad Travel Hacker. അപ്പോൾ ഇക്കഴിഞ്ഞ ഒക്ടോബർ 9 ഇവിടെ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്ന ഇലക്ഷൻ നടന്നത്. അപ്പോൾ നിലവിൽ നമുക്കിവിടെ 4 പാർട്ടീസ് ആയിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. ഫ്രെലിമോ, റെനാമോസ്, പൊഡിമോസ്, പിന്നെ MDM എങ്ങനെ 4 പാർട്ടീസ് ആയിരുന്നു അന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഓൾറെഡി ഡാനിയൽ ചാപ്പോയിൻ്റെ ഫ്രെലിമോ തന്നെയാണ് മൊസംബിക്കിലെ റൂളിംഗ് പാർട്ടിയും അന്നത്തെ ഇലക്ഷനിൽ 70% വോട്ടോടുകൂടി ജയിച്ചതും. അങ്ങനെ മൊസംബിക്കിന്റെ റൂളിംഗ് പാർട്ടിയായ ഫ്രെലിമോയുടെ ഡാനിയൽ ചാപ്പോ തന്നെ ഒക്ടോബർ 24 ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇലക്ഷൻ റിസൾട്ടിൽ വിജയിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഇലക്ഷൻ പ്രോപ്പറായിട്ട് നടന്നു, എന്താ പറയുക, റിസൾട്ട് അനൗൺസ് ചെയ്തു, പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. എന്നാൽ ഇതിൽ പ്രശ്നങ്ങൾക്കുള്ള കാരണം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 9 ഇലക്ഷൻ നടക്കുകയും ഒക്ടോബർ 24 ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. ദെൻ ഡിക്ലെയർ ചെയ്തതിന് തൊട്ട് മുന്നേ ആയിട്ട്, ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട്, മപ്പുട്ടോ എന്ന മൊസംബിക്കിൻ്റെ തലസ്ഥാനത്ത് വെച്ചിട്ട് ഒരു പാർട്ടിയുടെ 2 അനുയായികളെ കൊല്ലുകയുണ്ടായി. അതായത് റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും ആ പാർട്ടിയുടെ തന്നെ ഒരു ലോയറെയാണ് കൊലപ്പെടുത്തിയത്. ഈ സ്ക്രീനിൽ കാണുന്ന 2 വ്യക്തികളാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആ വ്യക്തി. ഈ പാർട്ടിയുടെ 2 അനുയായികളെയാണ് അന്ന് ഷൂട്ട് ചെയ്ത് കൊല്ലപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് മൊസംബിക്കിൽ ഇത്രയേറെ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാവേണ്ട ഒരു കാരണം. പ്രക്ഷോഭക്കാർക്കെതിരെ പോലീസുകാരുടെ വണ്ടി പാഞ്ഞെടുക്കുന്നതും അവർക്കെതിരെ വെടിവെക്കുന്നതും ഒക്കെ ഒന്ന് കണ്ടു നോക്കി. മരണപ്പെട്ട ആൾക്കാരുടെ പാർട്ടി തോൽക്കുകയാണ് നിലവിൽ ചെയ്തത്. കാരണം 20-25% വോട്ട് മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ആ ഒരു കൊലപാതകം വളരെയധികം പ്രക്ഷോഭങ്ങൾക്ക് ഇവിടെ തുടക്കമിടുകയാണ് ഉണ്ടായത്. പാർട്ടിയുടെ ഒരു ലോയറെയും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആ പാർട്ടിക്കാരൻ വളരെ അധികം, പാർട്ടിക്കാരും പാർട്ടി അനുയായികളും വളരെയധികം പ്രശ്നങ്ങൾ ഇവിടെ അഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. വെൻസാനിയോ മോൺലൈൻ എന്ന പൊളിറ്റിക്കൽ ലീഡറിൻ്റെ ലൈവ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ പുള്ളി ലൈവിൽ വരുന്നതും പുള്ളിയുടെ ദേഷ്യവും പുള്ളിയുടെ പ്രക്ഷോഭങ്ങളും ഒക്കെ അവർ അനുയായികളെ അറിയിക്കുന്നതും ഒന്ന് കണ്ടുപോകുന്നു. Mas irmãos, então nós estamos aqui para anunciar hoje a 4ª fase das medidas. Por favor, não destrua a loja de nenhum moçambicano nem de nenhum estrangeiro. Não destrua nenhuma empresa de nenhum moçambicano. പ്രക്ഷോഭങ്ങളും പ്രകടനമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിക്ക് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് കുറച്ച് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ റോഡുകളിൽ മൊത്തം തീയിട്ട് കത്തിക്കുക, വണ്ടികളൊക്കെ കത്തിക്കുക, കൂടെ തന്നെ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിൻ വരെ കത്തിച്ച ഒരു സംഭവം ഉണ്ടായി. അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു. Eles conseguiram queimar o comboio, tá aqui. Terminaram o comboio mesmo, queimaram mesmo.
Queimaram o comboio mesmo, está aqui, comboio. Aqui a situação não está boa, aqui está a cabeça do comboio. Queimaram mesmo, está aqui o comboio. Queimaram o comboio. മിക്ക ദിവസങ്ങളിലും മിക്ക റോഡുകളും ഇവിടെ ബ്ലോക്ക്ഡ് ആണ്. പ്രക്ഷോഭക്കാർ കല്ലുകൾ കൊണ്ട് ബ്ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ ടയറുകളൊക്കെ കത്തിച്ച് വഴി മൊത്തത്തിൽ ബ്ലോക്കാക്കുക. ഇനിയും വരും ദിവസങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാകും എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പം മൊസംബിക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പോലീസുകളുടെ വെടിവെപ്പ് കൊണ്ട് തന്നെ ഒട്ടനവധി സിവിലിയൻസ് കൊലപ്പെടുകയുണ്ടായി. നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നല്ല രീതിക്ക് പുറത്ത് നടക്കുന്നുണ്ട്. അപ്പം ഒറ്റയ്ക്കൊന്നും എവിടെയും പോകാതിരിക്കുക, പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്നവരെ ആരും അങ്ങനെ ഒറ്റയ്ക്കൊന്നും എവിടെയും പോകരുത്. മാക്സിമം നമ്മുടെ വണ്ടികൾ തന്നെ യൂസ് ചെയ്തിട്ട് തന്നെ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുക. ദെൻ രാത്രി യാത്രകളൊക്കെ എന്താ പറയുക മാക്സിമം കുറയ്ക്കുക. അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് പൊതുവെ നമ്മുടെ മലയാളി സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ആ വെൻസേനിയ മോണ്ടലൈൻ എന്ന വ്യക്തിക്ക് ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനോ ഇത്ര ആൾക്കാരെ കുരുതി കൊടുത്തിട്ടും അയാൾക്കൊന്നും എന്താ പറയുക നിർത്താൻ പറ്റുന്നില്ല. ഈ പ്രക്ഷോഭങ്ങളൊന്നും നിർത്താനോ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി തീർക്കാനോ ഒന്നും അയാൾ തുനിയുന്നില്ല എന്നാണ് സത്യം. വീണ്ടും ഇനി പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ വരുന്ന 23-ാം തീയതിയാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനമേക്കുന്ന തീയതി. അപ്പോൾ ആ ദിവസങ്ങളിലും വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഇനിയും പ്രശ്നങ്ങൾ രൂക്ഷമാവത്തേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട്. ഈ ഒരു 1.5 മാസമായിട്ട് നടന്ന പ്രക്ഷോഭങ്ങളിൽ മരിച്ചവരുടെ ഒരു വാർത്ത ഞാൻ കാണിച്ചു തരാം. അപ്പം ഇനിയും വരും ദിവസങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പം ഓക്കെ, ഞങ്ങളെല്ലാവരും സേഫാണ്. Bye-bye. Thanks for watching my video. Stay tuned. Bye-bye.